പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ദൈവത്തിൽ പ്രത്യാശയുള്ളവരാണ്. ക്രിസ്തുവിൽ വളരെ വലിയ പ്രത്യാശയോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസികളാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം കർത്താവിലാണ്, ക്രിസ്തുവിലാണ്, യേശുവിൻ്റെ രക്ഷയിലാണ് എങ്കിൽ മരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താം. ഇപ്പം പെട്ടെന്ന് മരിക്കണം, പെട്ടെന്ന് മരിച്ച് കർത്താവിനോടുകൂടെ പോകണമെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? അനിൽ ബ്രദറൊക്കെ കൈ വെക്കുന്നുണ്ട്. പുറയിൽ ആ കൊച്ചിറങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം. കാരണം ഇപ്പം മരിക്കാനായിട്ട് പറഞ്ഞ് കൈ വെക്കി കഴിയുമ്പോൾ പുറകിലും മകൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇപ്പം വേണമെന്ന് ചോദിക്കുവൻ. നമ്മളുടെ ആ ഒരു ബോധ്യം കൂടി വേണം. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരും കൈവെക്കുമെന്ന് എനിക്കറിയാം. കുറേ പേര് കൈവെക്കും. മരിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവിലാണെങ്കിൽ, ക്രിസ്തുവിലാണെങ്കിൽ എല്ലാം സന്തോഷമാണ്, ഏറ്റവും സന്തോഷകരമാണ്. ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് എൻ്റെ ഇടവക ദേവാലയത്തിലൊരു ധ്യാനം നടക്കുക. അപ്പോൾ ഈ ധ്യാനം നടന്നു കഴിഞ്ഞപ്പം 3-ാമത്തെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു, 3-ആണോ 4-ആണോ, ആ ദിവസങ്ങളുടെ തലേ ദിവസം അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു, നാളെ ഒരു പ്രത്യേകമായ ശുശ്രൂഷയുണ്ട്, നിങ്ങളെല്ലാവരും ക്യാൻഡിൽ കൊണ്ടുവരണം, ചന്ദനത്തിരിയും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മറ്റേ തിരികളും കൊണ്ടുവരണം, ചന്ദനത്തിരികളും കൊണ്ടുവരണം, അതൊരു പ്രത്യേക ശുശ്രൂഷയാണെന്ന് പറഞ്ഞു. ധ്യാനമാണ്, അപ്പോൾ ഇടവക ധ്യാനമാണ്. അപ്പോൾ ഇടവക ധ്യാനത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന ദിവസം എല്ലാവരും ചന്ദനത്തിരിയും തിരിയൊക്കെ ആയിട്ട് വരുന്നത് വലിയ ശുശ്രൂഷയായിരിക്കും. വലിയ പ്രതീക്ഷയോട് ചെന്ന് കഴിഞ്ഞപ്പം അന്നത്തെ ശുശ്രൂഷ മുഴുവൻ മരണത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് രാത്രി നീ മരിച്ചാൽ നീ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അച്ഛൻ നടത്തിയൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തിരിയെത്തിക്കുക, ചന്ദനത്തിരി എത്തിക്കുക, നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ചന്ദനത്തിരിയുടെ മണം, ഇപ്പം നിങ്ങളുടെ ശവമഞ്ചത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഏതെങ്കിലും പാപം നീ ഏറ്റു പറയാനുണ്ടോ, കർത്താവിനോട് നിരപ്പാക്കാനുണ്ടോ, എവിടെയെങ്കിലും നിനക്ക് കുറവുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എല്ലാവരും ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് തിരികളൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയുടെ മണമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം നമുക്ക് ആ പെട്ടെന്നുണ്ടാകുന്നൊരു സാധനം ഉണ്ടല്ലോ. എന്നിട്ട് അച്ഛൻ പാട്ടുകാരനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ്, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയാ നീ കൂടെ പോലും നിൻ ജീവിത ചെയ്തികൾ, ആ പാട്ടും കൂടി പാടിക്കഴിഞ്ഞപ്പം സംഭവം ഭയങ്കര സീനായി മാറി. ഇനി അതിനുശേഷം അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സൈലൻ്റ് ആക്കി അവസാനിച്ച്, ഓക്കെ അപ്പോൾ ഡെഡ് ബോഡികളെല്ലാം വീട്ടിലോട്ട് പോക്കോ, ഇനി ബോഡിയാണ് നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്, ഇന്ന് രാത്രി മരിച്ചാൽ ക്രിസ്തുവിലായിരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയിലൂടെ പോയിക്കോളാൻ പറഞ്ഞു. ആരും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. സാധാരണ ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കലവില ഒച്ചപ്പാടും ബഹളവും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ അന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര സൈലൻസ് ആയിരുന്നു. കാരണം എല്ലാം പോകുന്ന ഡെഡ് ബോഡികളാണല്ലോ. മൂക്കിൽ പഞ്ഞിയില്ലെന്നുള്ളൂ, ചന്ദനത്തിരിയുടെ മണം എല്ലാം ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ആളുകൾ. അത്രയും ആ ഒരു ഇതിൽ, കാരണം എല്ലാവർക്കും ഭയമാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ്. ഇന്ന് മരണഭയം നമ്മുടെ മേൽ ഇന്ന് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകുക. കാരണം മരണഭയമാണ് ഇന്ന് പലരെയും, പല വ്യക്തികളെയും കീഴ്പ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല. ആ ഒരു മരണഭയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കണം. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഇങ്ങനൊരു ഭയമില്ല എന്നുള്ളതാണ്. നമ്മളിന്ന് വായിക്കുന്നത് ആദ്യം റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരികയാണ്. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം നിങ്ങളെല്ലാവരും എടുക്കണം. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെ, നീതിയുടെ, ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് നമ്മുടെ പ്രത്യാശ, എന്തിലാണ് നമ്മുടെ പ്രത്യാശ? ഇവിടെ വചനം പറയുകയാണ്, ആദമെന്ന ഒരു മനുഷ്യന്റെ മരണം മൂലം ആ ഒരൊറ്റ മനുഷ്യൻ മരിച്ചു. അവന്റെ പാപം മരണത്തിലേക്ക് കൊണ്ടുപോയി. അത് ശാപമായി മാറിയെങ്കിൽ, ആദം അവന്റെ പാപം അത് ശാപമായി മാറിയെങ്കിൽ, അത് നമ്മളെല്ലാം വിശ്വസിക്കുക. ആദത്തിന്റെ പാപമാണ് ശാപമായി, ഭൂമിക്ക് ശാപമായി, മനുഷ്യകുലത്തിന് ശാപമായി മാറിയത് എന്ന് ഒരുവൻ വിശ്വസിക്കുന്നു, ഒരുവൻ ചിന്തിക്കുന്നുവെങ്കിൽ, ഇതാ അപ്പസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ മരണം മൂലം രക്ഷ കൈവന്നിരിക്കുന്നു. അത് കൃപയുടെ, നീതിയുടെ, ദാനത്തിന്റെ സമൃദ്ധിയാണ്. നമ്മൾ ഇന്ന് ജീവനിലാണ് വാഴുന്നത്. നമ്മൾ വിശ്വസിച്ചോണം, അവന്റെ കൃപയുടെ, നീതിയുടെ, ദാനത്തിന്റെ സമൃദ്ധി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് മരണത്തിലല്ല, മരണഭയത്തിലല്ല, എനിക്കിനി മരണമില്ല, പകരം ഞാൻ ജീവനിലാണ് നിലനിൽക്കുന്നത്.
ഞാൻ ജീവനിലാണ് വാഴുന്നത്, എനിക്കിനി മരണമില്ല. മരണം എന്നൊന്നും സംഭവം ഇനി എന്നെ തൊടത്തില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. പകരം എനിക്ക് ആകെയുള്ളത് ഒരു പുറപ്പാട് മാത്രമാണ്. ഈ ജീവിതത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക്, ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക്, ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന ഒരു മാറ്റപ്പെടുത്തൽ മാത്രമേ ആണുള്ളൂ. ഇവിടെ ഒരു ആബ്സൻസ് എനിക്കുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം എനിക്കൊരു പ്രസൻസ് ഉണ്ട്. ഞാൻ സ്വർഗത്തിൽ ദൈവത്തോട്, കർത്താവിനോടൊപ്പം ഞാൻ ജീവിക്കുന്നു, ദൈവത്തിൽ ഞാൻ ആയിരിക്കും എന്ന് ഒരു ക്രിസ്ത്യാനി വിശ്വസിച്ചോണം. അതാണ് വിശ്വാസം. ഒരുവന്റെ വിശ്വാസം അതാണ്. അല്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് പോകാമെന്നോ, നമുക്ക് നിദ്രയിൽ കിടക്കാം എന്നിട്ട് കാഹളം ഊതുമ്പോൾ പോകാമെന്നോ, എൻ്റെ വിളി പറഞ്ഞോലോ മറ്റേ കാഹളം കിട്ടുമ്പോൾ പോകാം, ഇതല്ല വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, അതുകൊണ്ട് എനിക്കിനി മരണമില്ല, ഞാൻ ജീവനിലാണ് വാഴുന്നത്. അത് ദൈവത്തിൻ്റെ സമൃദ്ധി എൻ്റെ കൂടെ ഉള്ളപ്പോൾ, അവൻ്റെ നീതി, കൃപ, ദാനം, ഈ മൂന്നിൻ്റെയും സമൃദ്ധി എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ജീവനിലാണ് വാഴുന്നത്. ഇനി ഒരു മരണമില്ല എന്ന് നമ്മൾ വിശ്വസിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ, കർത്താവേ, ഞാൻ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ ജീവനിൽ ഞാൻ ആയിരിക്കുന്നു, യേശുവിൻ്റെ കൂടെ ഞാൻ വാഴുന്നു. ഞാൻ അങ്ങനെ ക്രിസ്തുവിൽ, അവനിൽ വാഴുന്നത് കൊണ്ട് എനിക്കിനി മരണമില്ല, എനിക്കിനി മരണമില്ല. ഇവിടെ ഞാൻ എപ്പോൾ ആബ്സെന്റ് ആകുന്നോ, എൻ്റെ ശരീരം, എൻ്റെ ജഡം എപ്പോൾ സൈലന്റ് ആകുന്നോ, അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഞാൻ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ വിശ്വാസം അതാ. മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ ആയിരിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, യേശുവിനോട് കൂടെ ആയിരിക്കുക. അതല്ലാതെ മറ്റൊരു വിശ്വാസമില്ല. നിദ്രയിൽ പോയി കിടക്കാമെന്നോ, കാഹളം ഊതുമ്പോൾ വരാമെന്നോ, അപ്പോൾ വരണുള്ളൂ, ഇതൊന്നുമല്ല പൗലോസ് പഠിപ്പിക്കുന്നതും പൗലോസിന്റെ വിശ്വാസവും ചിന്തയും. മരിച്ചു ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക. ഞാൻ നല്ലവണ്ണം ഓടി ജീവന്റെ കിരീടത്തിന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, അവൻ എനിക്ക് ജീവന്റെ കിരീടം പകരും. ഞാൻ ഇപ്പോൾ മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഈ ജഡത്തിലായിരിക്കുമ്പം ഏതൊരു മനുഷ്യനും ക്രിസ്തുവിൽ നിന്ന് അകലെയാ. എന്നാൽ ജഡത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയാ. കൂടുതൽ കർത്താവിന്റെ കൂടെ നടക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് മരിക്കാൻ നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും വേർപെട്ട് പോകാൻ നമുക്കൊരു താല്പര്യം, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ താല്പര്യം. ഹെബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമ്മളോട് പറയുന്നൊരു വാക്യമുണ്ട്. ഹെബ്രായ ലേഖനം അതിൻ്റെ 2:15 നിങ്ങളെല്ലാവരും എടുക്കണം. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ടത്, യേശു നമുക്ക് വേണ്ടി മറവിലയായി മാറിയത്, അവൻ നമ്മളോടൊത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചത്, ഇത്രയധികം കഷ്ടത ഏറ്റുവാങ്ങിയത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുക. നമ്മളൊരു അടിമത്തത്തിലാണ്, ജനം മുഴുവൻ, മനുഷ്യൻ മുഴുവൻ, ഇന്ന് എല്ലാവരും അടിമത്തത്തിലാണ്. പണ്ട് ഞാൻ ഈ പേപ്പർ ഇടാൻ പോകുന്നൊരു കാലമുണ്ട്, ന്യൂസ് പേപ്പർ ഇടാൻ പോകുന്നൊരു സമയമുണ്ട്. വെളുപ്പിന് 3 മണി 4 മണി സമയത്തൊക്കെയാണ് ഈ ന്യൂസ് പേപ്പർ ഇടാനായിട്ട് പോകുന്നത്. കാരണം നമ്മളെ ആരും കാണുന്നത് ഇഷ്ടമല്ല, നമ്മൾ മോശമല്ലേ. നമ്മളിപ്പം ന്യൂസ് പേപ്പർ ഇടാൻ പോകുന്നത് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനെന്ന ഫോട്ടോഗ്രാഫിയൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ നമ്മളിനി ആ വീട്ടിൽ വർക്കിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി വെളുപ്പിന് പേപ്പർ ഇടാൻ വന്നവനാണ് ഫോട്ടോ എടുക്കാൻ വരുന്നതെന്ന് പറയുമ്പം അവർക്ക് കാണുമ്പോൾ ഒരു മോശം ഉണ്ടാവുമല്ലോ. കാര്യം ആ പണിയും മോശം ഉണ്ടായിട്ടല്ല, എനിക്കന്നെന്തോ ഭയങ്കര ഒരു കുറച്ചിൽ പോലെയായിരുന്നു. അതിന് പണം വേണം, കാര്യങ്ങൾ നടക്കണം, പക്ഷേ അത് മറ്റുള്ളവർ അറിയുന്നതും അതൊക്കെ ഒരു കുറച്ചിൽ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ വെളുപ്പിന് 3 മണിക്കൊക്കെ പോകും, ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പേപ്പറൊക്കെ ഇട്ട് തീർത്ത് വെട്ടം വീഴുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ കയറും. അപ്പം ഞാനിങ്ങനെ പോകുമ്പം തുറന്നിരിക്കുന്ന ആകെ 2 കടയാണുള്ളത്. 2 കട. നമ്മൾ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പം തുറന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കട. നമുക്കറിയാമല്ലോ, വെളുപ്പിന് തന്നെ തുറക്കുന്ന ചില ചായക്കടകളുണ്ട്, കട്ടൻ ചായയും ബണ്ണൊക്കെ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ ഉള്ളത് ശവപ്പെട്ടി കടയാണ്. ഈ ശവപ്പെട്ടികളുടെ അകത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട്, മറ്റേ ആ പെട്ടിക്കടയുടെ അകത്ത് ഗ്ലാസ്സൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാണുമ്പം ഞാനിങ്ങനെ സൈക്കിൾ ഓട്ടി പോകുമ്പോൾ എനിക്കൊരു പേടിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം ഒരു ഭയമാണ്. എനിക്കാണെങ്കിൽ ശവപ്പെട്ടി കടയുടെ അവിടെ ആ ഒരു ടൗണിലൊരു കടയുണ്ട്, ആ കടയുടെ സൈഡിൽ കൂടെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെയാണെങ്കിൽ കൂരാകൂരിരുട്ട, ഒറ്റ ദിവസം സ്ട്രീറ്റ് ലൈറ്റും വർക്ക് ചെയ്യത്തില്ല. ആ കൂരാകൂരിരുട്ടിൽ പോയിട്ട് 2-3 വീട്ടിൽ പേപ്പർ ഇട്ടിട്ട് തിരിച്ചു വരണം. അപ്പം ഈ ശവപ്പെട്ടിക്കട കവർ ചെയ്ത് ഞാൻ പോകുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയാണ്, ആ ഒരു ഭയത്തിലാണ് പിന്നെ പോകുന്നത്. ഒരു പൂച്ചവട്ടം പോയാലും, ഒരു എന്താ പറയുക, ഒരു മന്ദനലി പോയാലും ഞാൻ പിന്നെ പേടിക്കും, ടെൻഷനാണ് പിന്നെ.
അത്രയും ടെൻഷനാണ്. കാരണം ആ ശവപ്പെട്ടിക്കടയുടെ അതിൽ കൂടെ കവർ ചെയ്ത് പോകുമ്പം മരണത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലൊരു ചിന്തയാണ്. പണ്ട് കാലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടൻ മരിക്കുന്ന സമയത്ത് ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ 5ിലോ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. എന്നാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ പാട്ട് ഇറങ്ങിയത്, രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഈ ചേട്ടൻ മരിച്ച് ബോഡി വരുന്നതിന് അന്ന് അവിടെ ഫുള്ള് നല്ല പണമുള്ള ആളായതുകൊണ്ട് ഒത്തിരി സ്പീക്കറുകളൊക്കെ വെച്ച് ഈ പാട്ട് ഇങ്ങനെ കേൾക്കുക വെളുപ്പിന്. ആ പാട്ടിങ്ങനെ പല പ്രാവശ്യം ഞാനിങ്ങനെ കേട്ടു. ഇതിന് ശേഷം ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഇത് മരണ വീട്ടിലെ പാട്ടാന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു മരണഭയം നമ്മുടെ ഉള്ളിൽ വരും. സത്യത്തിൽ ആ പാട്ട് നല്ല പാട്ടാണ്, പക്ഷെ ആ പാട്ട് ഈ വീട്ടിൽ കേട്ടത് കൊണ്ട് എനിക്കൊരു ഉൾഭയം അവിടെ കിടക്കുക. ഇങ്ങനെ മരിക്കാൻ ജീവിതകാലം മുഴുവൻ ഭയത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്, മരണഭയത്തിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്, ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി, മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്ന, ജീവിതത്തിന് മുഴുവൻ ഈ മരണഭയമാണ്, ഈ മരണഭയത്തിലൊരു അടിമത്തമാണ്. ആ അടിമത്തത്തിൽ കഴിയുന്നവരെ അവരെ വീണ്ടെടുക്കാൻ, രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു പ്രത്യക്ഷനായത് എന്ന് വചനം പറയുക. ഇന്ന് നമുക്ക് മരണഭയം വേണ്ട. കാരണം കർത്താവായ യേശു അവൻ്റെ ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത പരസ്യമായ അടയാളങ്ങൾ, ഏറ്റവും അവസാനം ചെയ്തത് ഏത് അടയാളമാണെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത അവസാനത്തെ അടയാളം, അവസാനത്തെ അടയാളം എന്താണ്? ലാസറിന്റെ മരണമാണോ? അതെയോ അന്ധന് കാഴ്ച കൊടുക്കുന്നതാണോ? അതോ യേശു മൽക്കോസ് എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് ചെവി ഛേദിച്ച് കളഞ്ഞതിന് ആ ചെവിയെ കൂട്ടിച്ചേർക്കുന്നതാണോ? ഈ 3 പ്രധാനപ്പെട്ട വിഷയമാണ് പൊതുവെ നമുക്ക് തോന്നുന്നത്. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവിടെ ഒരു അന്ധന് കാഴ്ച കൊടുത്തൊരു സംഭവമാണ് അവസാനമായിട്ട് കാണുന്നത്, പരസ്യമായി കൊടുത്തത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നോക്കിയാൽ കാണുന്നത്, അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ യേശു പിടിക്കപ്പെടുമ്പം, അവിടെ ഗത്സമനിൽ വെച്ച് പിടിക്കപ്പെടുമ്പം ഒരുവന്റെ ചെവി ഛേദിക്കുന്നതും ആ ചെവി സുഖപ്പെടുത്തി കൊടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. പൊതുവെ ദൈവവചന പണ്ഡിതന്മാര്, പിതാക്കന്മാരെല്ലാം അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ലാസറിന്റെ മരണമാണ് പരസ്യമായ അവസാനത്തെ അടയാളം എന്നുള്ളതാണ്. അത് യോഹന്നാനും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അടയാളം. യോഹന്നാൻ യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് അടയാളങ്ങൾ, ജനത്തിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങൾ എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിന്റെ മരണമാണ്, ആ മരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ലാസറിന്റെ ഉയർപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നമുക്ക് എടുക്കാം, യോഹന്നാന്റെ സുവിശേഷം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ 11ാം അധ്യായം, അതിനകത്ത് നമ്മൾ 1-2 വചനങ്ങൾ ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുക. അതിന്റെ 5ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11ാം അധ്യായം അതിന്റെ 5ാം വാക്യം. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു, എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ച സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടെ ചെലവഴിച്ചു. ശ്രദ്ധിക്കണേ, വളരെ സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും ലാസറിനെ ഉയർപ്പിക്കാൻ വരണമെന്ന ബോധ്യമുണ്ട്. പക്ഷെ അതുണ്ടായിട്ടും യേശു 2 ദിവസം കൂടെ മനഃപൂർവ്വമായി അവിടെ തന്നെ കഴിയുന്നതാണ് നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നത്. അതായത് യാതൊരു മാറ്റവുമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്ന യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് സ്തുതിക്കാം, ശക്തിയോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, മരണഭയത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഇവിടെ 2 ദിവസം, അതായത് യേശു ജോർദാന്റെ അക്കരെയാണ്, അവിടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവിക പ്രവർത്തികൾ അവിടെ ശക്തമായി നടക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള പ്രവർത്തികൾ നടക്കുമ്പോഴും യേശു എന്ത് ചെയ്യുന്നില്ല? ലാസർ മരണത്തിന്റെ വക്കിലാണ്, രോഗബാധിതനായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും 2 ദിവസം അവിടെ തന്റെ ശുശ്രൂഷകളെ പൂർത്തിയാക്കുന്നു, തിരിച്ചു വരുന്നില്ല. മനഃപൂർവമായി ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ മനഃപൂർവ്വമായി അവിടെ നിൽക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് യേശു അങ്ങനെ, അതായത്
മനഃപൂർവ്വമായി അവിടെ തന്നെ നിന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തിനാണ് യേശു എന്തുകൊണ്ടാണ് അവിടെ തന്നെ നിന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകണം. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക. അടുത്തൊരു വാക്യം കൂടി, 14-ാം വാക്യം, 14-ഉം 15-ഉം വാക്യം കൂടി നമ്മളൊന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11:14-15. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചു. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അതായത് യേശു പറയുകയാണ്, ഞാൻ അവിടെ ഇല്ലാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. മനഃപൂർവമായി 2 ദിവസം അവിടെ നിൽക്കുന്ന യേശു വീണ്ടും യേശു അവിടെ ഇല്ലാത്തതിനെ ഓർത്ത് സന്തോഷിക്കുന്ന ക്രിസ്തുവിനെയും കാണാം നമുക്ക്. അപ്പൊ എന്താണ് കാരണം? എന്താണ് സന്തോഷത്തിന്റെ കാരണം? എന്താണ് അവസാനത്തെ സൈനായി പൊതുവെ ഈ ഒരു സൈൻ പറയപ്പെടുന്നത്? യോഹന്നാൻ സുവിശേഷത്തിൽ കിടക്കുന്ന ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സൈനിനെ, ഈ ഒരു അടയാളത്തെ കാണുന്നതിന്റെ കാരണം എന്താണ്? അതോടൊപ്പം തന്നെ ഞാൻ അവിടെ ഇല്ലാത്തതിന്റെ അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് യേശു പറയുകയും 2 ദിവസം അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, യേശുവിനെ സംബന്ധിച്ച് മരിച്ചവനെ ഉയർപ്പിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. യേശു അതിനു മുമ്പും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട ഉയർപ്പുകളെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു ബാലികയെ, തലീതാത്തും എന്ന് പറഞ്ഞ് ഒരു ബാലികയെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. വീണ്ടും ലൂക്കാ സുവിശേഷത്തിൽ അതിന്റെ 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തില് നമ്മൾ അവിടെയും കാണുന്നുണ്ട്, ഒരു ന്യായനിലെ വിധവയുടെ മകനെ അവന്റെ ശവപ്പെട്ടിയിൽ നിന്നും ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ 2 വിഷയവും നമുക്ക് അവിടെ കാണാം. പക്ഷെ ഈ 2 വിഷയവും ലാസറിന്റെ സംഭവം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, മരിച്ച് ഓൺ ദ സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ആര് വരുന്നു? ഈ പറയുന്ന യേശു ന്യായാധിപന്റെ മകളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവൾ ഉറങ്ങുകയാണ്. എല്ലാവരും നിലവിളിച്ച് കരയുന്നു. അവൾ ഉറങ്ങുകയാണ്, അവൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് യേശു അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കുന്നത്. വീണ്ടും അടുത്ത കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മരണപ്പെട്ട ആ വ്യക്തിയുടെ മുൻപിലേക്ക് വിധവയുടെ മകനെ, ന്യായിലെ വിധവയുടെ മകനെ അവിടെ ശവമഞ്ചത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ വിധവയോട് കണ്ട ഒരു ലാളിത്യം അല്ലെങ്കിൽ കരുണ, അവൾക്ക് ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയപ്പം യേശു അവനെ തൊട്ട് സുഖപ്പെടുത്തി അവനെ ഉയർപ്പിച്ചു. അവിടെ 2 സ്ഥലത്തും മരിച്ച് ഓൺ ദ ഡേ തന്നെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ 2 പ്രാവശ്യവും ഉയർപ്പിച്ചതിനെ യേശു വളരെ പ്രാധാന്യമായി കരുതുന്നില്ല. പക്ഷേ വളരെ പ്രാധാന്യമായി അവസാനം എനിക്ക് ചെയ്യാനുള്ള അടയാളം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു എവിടേക്ക് വരികയാണ്? വീണ്ടും അടുത്ത സംഭവത്തിലേക്ക് വരിക. ഇനി ഈ 2 സന്ദർഭവും യേശുവിനെ ജനം എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ലൂക്കാ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 16-ാം വാക്യത്തില് ജനത്തിന്റെ ബോധ്യത്തെക്കുറിച്ച് പറയുകയാണ്. എല്ലാവരും ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ ഇവിടെ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ഒരു വലിയ പ്രവാചകൻ. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാം. യേശു മരിച്ചവനെ ഉയർപ്പിച്ചിട്ടും അവിടെ ആരും യേശുവിനെ മിശിഹായാണെന്ന് പറഞ്ഞില്ല, യേശു രക്ഷകനാണെന്ന് പറഞ്ഞില്ല, യേശു ദൈവമാണെന്ന് പറഞ്ഞില്ല, യേശു മരണത്തെ ജയിച്ചവനാണെന്ന് പറഞ്ഞില്ല. യേശുവിനെ കുറിച്ചുള്ള പ്രത്യാശയോ ഇവനാണ് അഭിഷിക്തൻ, ക്രിസ്തു, മിശിഹ, ഇതൊന്നും ജനത്തിന്റെ മനോഭാവത്തിൽ ഉണ്ടായില്ല. പകരം ജനത്തിന്റെ മനോഭാവത്തിൽ ആകെ ഉണ്ടായത്, ഇതാ ഒരു ശക്തനായ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വീണ്ടും ഉദയം ചെയ്തിരിക്കുന്നു. കാരണം അതിനൊരു കാരണമുണ്ട്. അവരെ സംബന്ധിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച പ്രവാചകന്മാരുണ്ട്. ഇതിനു മുൻപ് ഏലിയ ഒരു ബാലനെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഏലിയ പ്രവാചകൻ ഒരു ബാലനായ ഒരു വ്യക്തിയെ ഉയർപ്പിച്ചതായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും എലീഷ പ്രവാചകന്റെ ശവക്കല്ലറയിലേക്ക് മരിച്ച ഒരു വ്യക്തിയെ, ഒരു മരിച്ചവന്റെ ശവശരീരത്തെ ആ ഗുഹയിലേക്ക് തള്ളിയിട്ടപ്പം ഏലിയായുടെ അസ്ഥിയിൽ കൊണ്ട് അവനെ തൊട്ട് കഴിഞ്ഞപ്പം ഉയർപ്പിക്കപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിപ്പം എന്താ പറയുക, ഈ വലിയൊരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ശുശ്രൂഷ നടക്കുന്നത്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ സാധാരണ തിരുശേഷിപ്പ് വണങ്ങുക, തിരുശേഷിപ്പിനോടുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എലീശായുടെ അസ്ഥിക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, എലീശായുടെ അസ്ഥി അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ
എല്ലാ വിശുദ്ധരുടെയും അസ്ഥികളും തിരിശേഷിപ്പുകളും അത്ഭുതം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവായിട്ട് നിൽക്കുന്നത്. പക്ഷെ വചനത്തിലെ സങ്കീർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജീവൻ നൽകാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. എലീശായുടെ അസ്ഥിയല്ല ജീവൻ നൽകിയത്, അവന് ജീവൻ നൽകിയത് ദൈവമാണ്. പക്ഷേ അവിടെ പ്രവാചകൻ ആരാധിച്ച ദൈവത്തെയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട് വയ്ക്കുന്നത്. അതായത് എലീശ പ്രവാചകൻ ആശ്രയിച്ചൊരു ദൈവത്തെ, ആരാധിച്ചൊരു ദൈവത്തെ, മുന്നോട്ട് വെച്ചൊരു ദൈവത്തെ, ആ ദൈവത്തെ ഇസ്രായേൽ ജനമേ നിങ്ങൾ സ്വീകരിക്കണം എന്ന പ്രബോധനമാണ്, എന്ന ബോധ്യമാണ് എലീശായുടെ അസ്ഥിയിൽ പോലും അത്ഭുതം സംഭവിച്ചതായിട്ട് കാണുക. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാ, എങ്ങനെയെങ്കിലും തിരിശേഷിപ്പുകളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനാണ് നമ്മൾ പലരും ശ്രമിക്കുന്നത്. എന്തുവാകട്ടെ, അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ പറയുക, 4-ാം ദിവസമാണ് യേശു ലാസറിന്റെ അടുത്തോട്ട് വരുന്നത്. 4-ാം ദിവസം. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം വരെ യേശു അവിടെ ഇല്ലാത്തതിൽ സന്തോഷിക്കുന്നു. മനഃപൂർവ്വമായി അവിടെ തന്നെ തൻ്റെ ശുശ്രൂഷയെ നിർത്തുന്നു. അതിനുശേഷം 4-ാം ദിവസം യേശു എവിടേക്ക് വരുന്നു? ലാസറിന്റെ അടുത്തോട്ട്, അല്ലെങ്കിൽ മരിച്ച ലാസറിന്റെ പെങ്ങന്മാരായ സഹോദരിമാരായ മർത്തയുടെ അടുത്തേക്കും മറിയത്തിന്റെ അടുത്തേക്കും കടന്നു വരികയാണ്. കാരണം യേശുവിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ഈ ഉയർപ്പ് അല്ലെങ്കിൽ ഈ വലിയ അത്ഭുതം ലോകത്തിന് വെളിപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, അവന് മരണമില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് മരിക്കുന്നില്ല. അല്ലയോ ക്രിസ്ത്യാനി, നിനക്ക് മരണമില്ല. നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് മരണമില്ല, പകരം നീ ജീവനിലാണ് വാഴുന്നത്. നിനക്കൊരു കടന്നുപോക്ക് മാത്രമേ ഉള്ളൂ, ഒരു പുറപ്പാട് മാത്രമേ ഉള്ളൂ. ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ ജനത വാഗ്ദത്ത ദേശത്തേക്ക് പോയതുപോലെ ഈ ലോകത്ത് നിന്നും നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തോട് ചേരുവാൻ ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് പോകുന്ന ഒരു യാത്രയപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 4 ദിവസം വെയിറ്റ് ചെയ്ത് 4-ാം ദിവസം ലാസറിനെ ഉയർപ്പിക്കേണ്ടതിന് അവിടെ കടന്നു വരിക. അവിടെയും യേശു മറ്റൊരു സൈനും കൂടി അവശേഷിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ യേശു ഇവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ലാസർ കെട്ടോടുകൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് അവൻ്റെ തലയിൽ കെട്ടുണ്ട്, മുഖം മൂടിയിരിക്കുക. സാധാരണഗതിയിൽ യഹൂദ പശ്ചാത്തലത്തിൽ ശരീരം മുഴുവൻ ഒരു റുമാല് കൊണ്ട് കെട്ടും, തലയിലും തുവാല കൊണ്ട് കെട്ടും. 2 പ്രധാനപ്പെട്ട തുണികളാണ്. ശരീരം മുഴുവൻ കെട്ടുന്നത് ഒരു തുണിയാണെങ്കിൽ ശിരസ്, തല മുഴുവൻ കെട്ടുന്നത് മറ്റൊരു തുണിയായിരിക്കും. അപ്പോ ലാസർ പുറത്തോട്ട് വരുമ്പം അവന്റെ കെട്ടുകളോടുകൂടെ തന്നെയാണ് വരുന്നത്. യേശു പറയുക, അല്ലയോ ശിഷ്യന്മാരെ, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. അത് മനുഷ്യരോട് പറയുക, ശിഷ്യന്മാരോട് പറയുക, അപ്പസ്തോലന്മാരോട് പറയുക, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന സകലരുടെയും കെട്ടുകൾ അഴിക്കാൻ ദൈവം തൻ്റെ അപ്പസ്തോലന്മാരെ, തൻ്റെ പ്രവാചകന്മാരെ, ദൈവമക്കളെ നിയമിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവ പൈതലിനെ വിശ്വാസിയോട് പറയുക, സാത്താന്റെ സകല ബന്ധനത്തെയും മരണത്തെയും അവന്റെ ബന്ധനത്തെയും ശാപത്തെയും അഴിക്കുവാൻ ദൈവം തൻ്റെ ദാസന്മാർക്ക് കൃപ കൊടുത്തിരിക്കുന്നു. മനുഷ്യനത് അഴിക്കണം, ബന്ധനത്തെ അഴിക്കണം, കെട്ടുകളെ അഴിക്കണം. അതാ കർത്താവ് പറഞ്ഞ, അവന്റെ കെട്ടഴിക്കുവിൻ, അവൻ പോകട്ടെ. അവൻ കെട്ടുകളോട് തന്നെയാണ് പുറത്തു വരുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പം യേശു അവന്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഉദ്ധാനം ചെയ്തതായിട്ട് കാണുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നത്, യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവർ കണ്ടു. അവിടെ പറയുകയാണ്, യേശുവിന്റെ കച്ച അവിടെ ഒരു സ്ഥലത്ത് കിടക്കുന്നു, വീണ്ടും അവന്റെ തലയിൽ കെട്ടിയിരുന്ന തുവാല മറ്റൊരു സ്ഥലത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നു. ലാസറിന്റെ ഉയർപ്പും യേശുവിന്റെ ഉയർപ്പും തമ്മിൽ ഒരു വ്യത്യാസവും എന്നാൽ ഒരു സാമ്യവും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ലാസറിനെ ഉയർപ്പിക്കുമ്പം കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട്, യാക്കോബിനോട്, യോഹന്നാനോട്, തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ കൂടെയുള്ളവരോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. അല്ലയോ ശിഷ്യന്മാരെ, ഞാൻ മരിച്ച്, ഞാൻ കഷ്ടത അനുഭവിച്ച്, ഈ പുരോഹിത പ്രമുഖന്മാരുടെ കയ്യിൽ നിന്നും അധികാരികളിൽ നിന്നും പീഡനങ്ങളേറ്റ് ഞാൻ മരണപ്പെടും, 3 ദിവസം ഞാൻ കല്ലറകളിലായിരിക്കും, എന്നാൽ 3-ാം ദിനം ഞാൻ ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വരുമെന്ന് പറയുന്ന ഒരു പ്രബോധനം കൂടി യേശു ഇവിടെ കൊടുക്കുകയാണ്. മരിച്ച ലാസർ 3 ദിവസത്തിന് ശേഷം 4-ാം ദിവസം ഉയർപ്പിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസത്തിന്റെ ഒരു സൈന കൊടുക്കുന്നത്. അല്ലയോ പത്രോസേ, നീ എന്നെ തടയണ്ട. അല്ലയോ യോഹന്നാനെ, നീ വിഷമിക്കണ്ട.
ഞാൻ തിരിച്ചു വരും. ഇതിങ്ങനെ പറയാനും ചെയ്യാനും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിൽ തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കുകയാണ്. യേശു അവന്റെ തലയിൽ കെട്ടിയിരുന്ന റുമാൽ, ആ തുവാല അവിടെ മാറ്റിവെച്ചിരുന്നു എന്ന് പറയുമ്പം അതിൻ്റെ കാരണം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് യേശുവിൻ്റെ മരണഭീതി അവൻ മാറ്റി, അവൻ നമ്മെ ജീവനിൽ വാഴ്ത്തും എന്ന ഒരു പ്രത്യാശയാണ്. മരണത്തെ നീക്കി ഇനി നീ ജീവനിലാണ് വാഴേണ്ടത്, ഇനി നിനക്ക് മരണമില്ല. അല്ലയോ ക്രിസ്ത്യാനി, അല്ലയോ വിശ്വാസി, ഇനി മരണമില്ല. ലാസറിനെ ഉയർപ്പിച്ചപ്പോ പുനരുദ്ധാനവും ജീവനും ഞാനാ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യോഹന്നാനെ, പത്രോസെ, നീ ഇത് മനസ്സിലാക്കണം. ഇവിടെ യോഹന്നാന്റെയും പത്രോസിന്റെയും ശിഷ്യന്മാരുടെ കണ്ണു തുറപ്പിക്കാൻ യേശു ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പീഡാനുഭവം ഉദ്ധാനം 1-ാം പ്രവചനം, പീഡാനുഭവം ഉദ്ധാനം 2-ാം പ്രവചനം, പീഡാനുഭവം ഉദ്ധാനം 3-ാം പ്രവചനം എന്ന് പറഞ്ഞ് മത്തായി സുവിശേഷത്തില്, ലൂക്കാ സുവിശേഷത്തില്, മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. POC ബൈബിളിലാണെങ്കിൽ ഹെഡിങ് അടക്കമുണ്ട്, പീഡാനുഭവം ഉദ്ധാനം 1-ാം പ്രവചനം, അങ്ങനെ കിടക്കുന്നത് ആ ഒരു വിഷയം. 3 വചനങ്ങൾ, 3 പല സിറ്റുവേഷനിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വ്യക്തമായി ബോധ്യം കൊടുത്തു. ഞാൻ മരിക്കും, ഞാൻ പീഡകളേൽക്കേണ്ടി വരും, ഞാൻ ഒറ്റപ്പെടും, ഈ അധികാരികളിൽ നിന്നും, ഈ പുരോഹിത പ്രമുഖന്മാരിൽ നിന്നും ഞാൻ പീഡയേൽക്കപ്പെടും, ഞാൻ ഒറ്റയ്ക്കാക്കപ്പെടും, പലരും എന്നെ അവഹേളിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞു, ഇത് വ്യക്തമായി പറഞ്ഞു. മത്തായി സുവിശേഷം അതിൻ്റെ 16-ന്റെ 21 മുതൽ 23 വരെ വാക്യങ്ങൾ. അത് 1-ാമത്തെ പ്രവചനം കിടക്കുന്നുണ്ട്. 2-ാമത്തെ പ്രവചനം മത്തായി സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 23 വരെ വാക്യങ്ങൾ കിടക്കുന്നുണ്ട്. 3-ാമത്തെ പ്രവചനം മത്തായി സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 19 വരെ വാക്യം കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ നടന്ന കുറേ സംഭവങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ഇതിൻ്റെ ഇടയിൽ നടന്ന ചില സന്ദർഭങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മത്തായി സുവിശേഷം 16-ൽ 1-ാം പ്രവചനം പറഞ്ഞു, മത്തായി സുവിശേഷം 17-ൽ 2-ാം പ്രവചനം പറഞ്ഞു. ഈ 2 പ്രവചനങ്ങളും പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത ശിഷ്യന്മാരോട്, ഈ 2 പ്രവചനവും പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ശിഷ്യന്മാരോട്, അതിനുശേഷം അവിശ്വസിക്കുന്നവരോട് അവരുടെ മുൻപിലാണ് ലാസറിനെ ഉയർപ്പിച്ച് കാണിക്കുന്നത്. അതായത് 1-ാം പ്രവചനം കഴിയുമ്പോൾ തന്നെ പത്രോസ് അവനെ മാറ്റി നിർത്തി പറഞ്ഞു, കർത്താവേ, ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, എന്നെ പൊന്നെ യേശുവേ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, സാത്താനെ, ദൂരെ പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല. 2-ാമത്തെ പ്രവചനം പറഞ്ഞപ്പോഴും അവരെല്ലാം ദുഃഖിച്ചു എന്ന വചനത്തെ കാണുന്നത്. അവരെല്ലാം വേദനിച്ചു. കാരണം യേശു ഞങ്ങളെ വിട്ടു പോകുന്നു, അയ്യോ ഇത് ശരിയാവത്തില്ല. അതവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ആ മരണത്തെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചാലും അത് മരണത്തിൽ അവസാനിക്കുകയല്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശു ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ഒരൊറ്റ അടയാളമേ തരാനുള്ളൂ. ആ അടയാളമാകട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം യോനായുടെ അടയാളമാണ്. അവൻ 3 നാൾ മത്സ്യത്തിനുള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രനും 3 നാൾ പാതാളത്തിലായിരിക്കും, എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇത്രയധികം സാക്ഷ്യങ്ങൾ കൊടുത്തിട്ടും, ഇത്രയധികം സൈന് കൊടുത്തിട്ടും, വ്യക്തമായി പറഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. ആ ശിഷ്യന്മാരുടെ മുൻപിൽ ലാസർ മരിച്ച് ഡേ 1, 2, 3 3 ദിവസം അവിടെ നിന്നു. യേശു പറയുക, ഞാൻ സന്തോഷിക്കുന്നു. എന്തിനെ പ്രതി? നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധ്യം കിട്ടല്ലോ. ഇതിനു മുൻപ് മരിച്ച 2 പേരെ നമ്മൾ ഉയർപ്പിച്ചു. ബാലികയെയും ആ യുവാവിനെയും ഉയർപ്പിച്ചപ്പോൾ മരിച്ച അപ്പം തന്നെ ആയതുകൊണ്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചേക്കാം, ചിന്തിച്ചേക്കാം. എന്നാൽ ലാസർ കഴിഞ്ഞ 3 ദിവസം അവന്റെ ശവശരീരം കല്ലറയിലാണ്. അത് ചീഞ്ഞളിഞ്ഞു, അത് ദുർഗന്ധം വമിച്ചു. ആ ദുർഗന്ധം വമിച്ച ശരീരത്തിൽ നിന്നും, അതിൽ നിന്നും ജീവൻ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ജീവനെ തിരിച്ചു കൊണ്ടുവന്ന ഞാൻ തിരിച്ചു വരില്ലേ യോഹന്നാനെ? തിരിച്ചു വരില്ലേ പത്രോസെ? നീ എന്തിനാ വിഷമിക്കുന്നേ? അല്ലയോ പത്രോസെ, നീ എന്തിനാ എന്നെ തടയുന്നേ? നിന്റെ ചിന്ത ദൈവികമല്ല പത്രോസെ, നീ എന്തിനാ എന്നെ തടയുന്നേ? കാരണം മരിച്ച് 3 ദിവസം കല്ലറയിലായി 4-ാം ദിവസം ചീഞ്ഞളിഞ്ഞ ശരീരത്തിൽ നിന്നും ലാസറിനെ ഉയർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, പിന്നെ ആ ഉയർപ്പിച്ചവന് ഉയർക്കാൻ കഴിയില്ലെന്നാണോ നീ വിശ്വസിക്കുന്നത്? തിരിച്ചു വരാൻ പറ്റില്ല എന്നാണോ നീ വിശ്വസിക്കുന്നത്? ഞാൻ പരാജയപ്പെടുന്നാണോ നീ വിശ്വസിക്കുന്നത്? ഇതാ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, ഇതാ യോഹന്നാനോട് ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പസ്തോലന്മാർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പസ്തോലന്മാർക്ക് ഇതൊന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇത് സ്വീകരിച്ച മറ്റൊരാളുണ്ട്. ഇപ്പൊ ഒരു പക്ഷെ ഞാനിത് പറയുമ്പോൾ ഈ വചനത്തിന്റെ ആഴമോ അല്ലെങ്കിൽ ഈ കാര്യത്തിന്റെ ബോധ്യമോ തിരിച്ചറിയാതെ നാളെയും ഒരു പ്രശ്നം വന്നാൽ, അയ്യോ
മരണമോ എന്ന് ചോദിച്ച് ഭയപ്പെടുന്നവരുണ്ടാകാം, ഒരു പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ഈ മരണഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവചനം നടത്തി, ഒന്നാം പീഡാനുഭവം ഉദ്ധാനം ഒന്നാം പ്രവചനം, പീഡാനുഭവം ഉദ്ധാനം രണ്ടാം പ്രവചനം, അതിനുശേഷം ലാസറിന്റെ ഉയർപ്പ്, അതിനുശേഷം മൂന്നാം പ്രവചനം. ഈ 3 പ്രവചനവും നടത്തിയിട്ടും വിശ്വസിക്കാത്ത ശിഷ്യന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്നാൽ വിശ്വസിച്ച ചില ആളുകളുണ്ട്. ആരാ വിശ്വസിച്ചേ? ഇവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരുന്ന ആളുകളുണ്ട്. വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അത് ഓർത്തിരുന്ന ആളുകളുണ്ട്. യേശു മരിച്ചു, അവന് കല്ലറയിൽ അടക്കം ചെയ്തു. 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസമാണ് മർത്ത അവിടെ ശരീരം ഇത് പൂശാൻ വേണ്ടി പോകുന്നത്, സുഗന്ധദ്രവ്യം പൂശാൻ വേണ്ടി പോകുന്നത്. മറ്റുള്ളവർ കഥകടച്ചവിടെ ഇരിക്കുക, പത്രോസും യോഹന്നാനൊക്കെ കഥകടച്ചിരിക്കുക, യഹൂദരെ ഭയന്ന്. പക്ഷെ 3 ദിവസം കാവൽ നിർത്തിയ യഹൂദന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവർക്കായിരുന്നു അതേക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നത്. അവൻ പറഞ്ഞിരുന്നു താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൻ പറഞ്ഞിരുന്നു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് കല്ലറയ്ക്ക് കാവൽ നിർത്തണം എന്ന് പറഞ്ഞവരാണ് പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, ഫരിസേയർ, സന്നദ്ധിംഗ് സംഘം. അവർ ഒരുമിച്ച് കൂടി. എന്നിട്ട് പീലാത്തോസിനോട് പറഞ്ഞു, നിങ്ങളൊരു സൈന്യത്തെ വെക്കണം, അല്ലെങ്കിൽ രാത്രി ശിഷ്യന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുപോകും, എന്നിട്ട് അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നൊരു കള്ളക്കഥ പ്രചരിപ്പിക്കും. അത് മുൻപത്തതിനേക്കാൾ മോശമായ പ്രവൃത്തിയാകും, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നവരെ നമുക്ക് കാണാം. പക്ഷെ അത്രയും പോലും വിശ്വാസം ആർക്കില്ല? ശിഷ്യന്മാർക്കില്ല. അത്രയും പോലും പ്രത്യാശ ശിഷ്യന്മാർക്കില്ല. അത്രയും പോലും ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ല. കാരണം അവരുടെ കണ്ണുകൾ അന്ധമായിപ്പോയി. അവരുടെ കണ്ണുകൾ അന്ധമായിപ്പോയി. പ്രിയമുള്ളവരെ, 3 പ്രവചനങ്ങൾ, 3 പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ, ഞാൻ മരിക്കും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് 3 പ്രവചനങ്ങൾ യേശു ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടും വിശ്വസിക്കാത്തവർക്ക് ഇതാ ലാസറിനെ മരിച്ചു 3-ാം ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ഉയർപ്പിച്ച് ഒരു സൈൻ കൊടുത്തു. എന്നിട്ടും വിശ്വസിക്കാത്തവർക്ക് അവിടെയാണ് മത്തായി സുവിശേഷത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. അന്ധന് കാഴ്ച കൊടുത്തു. അന്ധന് കാഴ്ച കൊടുത്തു. കാരണം ഇനി വേറെ വഴിയില്ല. ഇനി ഇവരുടെ ആത്മീയ അന്ധത മാറിയാലേ പറ്റൂ. ഈ ആത്മീയ അന്ധത മാറ്റിയിട്ട് അങ്ങനെയെങ്കിലും പത്രോസിന്റെ കണ്ണ് തുറക്കണം, യോഹന്നാന്റെ കണ്ണ് തുറക്കണം, അപ്പസ്തോലന്മാരുടെ കണ്ണ് തുറന്നാലേ ഇനി ഈ അന്ധനായ വ്യക്തിക്ക് കാഴ്ച കൊടുക്കുന്നത് കണ്ടിട്ടെങ്കിലും ഇനി ഇവർക്ക് മനസ്സിലാകണം. അതൊരു ആത്മീയ അർത്ഥമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. അതായത് കണ്ണ് തുറക്കുക എന്നുള്ളത് ആത്മീയ മീനിങ്ങിലാണ് പറയുന്നത്. വീണ്ടും അടുത്തൊരു സൗഖ്യം കൂടി കൊടുക്കുന്നുണ്ട്. മൽക്കോസിന്റെ ചെവി, ഛേദിച്ച് കളഞ്ഞ ചെവിയെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. കാരണം വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവിയാകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും. അതുകൊണ്ട് നിന്റെ കണ്ണ് തുറക്കണം, നിന്റെ ചെവി തുറക്കണം. നിന്റെ കണ്ണ് തുറന്ന് നിന്റെ ചെവിയിൽ നീ കേട്ട സുവിശേഷം വിശ്വസിച്ച് ഇനി എനിക്ക് മരണഭയം ഇല്ല, ഞാൻ ഇനി മരിക്കുന്നില്ല, എനിക്കിനി ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് നീ വിശ്വസിക്കണം. പ്രത്യാശയോടെ മുന്നോട്ട് പോകണം. ഇനി മരണഭയത്തിലല്ല നമ്മൾ മുന്നോട്ട് പോകണ്ടേ. ഇന്ന് ഈ രാത്രി നമ്മെ വിളിച്ചാൽ നമ്മൾ സന്തോഷത്തോടെ പോകണം. കർത്താവേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് നമ്മുടെ യോഗ്യതയിലല്ലെന്നേ, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമൊന്നുമല്ല. വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എൻ്റെ വിശ്വാസം, ഞാൻ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള വിശ്വാസം. എൻ്റെ പ്രവൃത്തിയുടെ ഗുണമല്ല, എൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല, ഞാൻ ചെയ്ത നേർച്ച കാഴ്ചകളല്ല, ഞാൻ ചെയ്ത നന്മ പ്രവൃത്തിയല്ല, ഞാൻ ചെയ്ത ഒന്നുമല്ല, ഒരു പ്രവൃത്തിയുടെയല്ല. പ്രവൃത്തി ചെയ്ത് ക്രിസ്തുവ കാൽവരിയിൽ എനിക്ക് വേണ്ടി ക്രൂശിതനായത്. അതാ ഹെബ്രായ ലേഖനം പറഞ്ഞത്, മരണഭയത്തോടെ കഴിയുന്ന സകലരെയും മരണഭയത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അവൻ ക്രൂശിൽ കാൽവരിയിൽ നമുക്ക് വേണ്ടി മറവിലയായി മാറി. അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ അടിമയായി കഴിയുന്നവരെ രക്ഷിക്കുന്നതാണ്. ആ വിശ്വാസം നമുക്കുണ്ടാകണം, ആ ഉറപ്പ്, ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇനി എനിക്ക് മരണമില്ല, ഇനി എനിക്ക് ജീവൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കണ്ണ് തുറക്കും, എൻ്റെ കാത് കേൾക്കാൻ തക്കവണ്ണം എല്ലാം മരണഭീതിയും മാറി. ഇന്നെൻ്റെ യേശുവിനിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ജീവനിൽ വാഴുമെന്നൊരു പ്രത്യാശ നമുക്ക് ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിശ്വാസത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ചിന്ത, അതായത് ലാസ്റ്റ് സ്ലൈഡ് ഇടാമോ, വിശുദ്ധ ജെറോം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വിശുദ്ധ ജെറോം AD 347 തുടങ്ങി AD 420 വരെ ജീവിച്ചിരുന്ന വിശുദ്ധ ജെറോം യഹൂദ ആചാരപ്രകാരം മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ ശരീരവും തലയും വെവ്വേറെ വസ്ത്രങ്ങൾ കൊണ്ടാണ് മൂടിയിരുന്നത് എന്ന് പറയുന്നു.
മാത്രമല്ല ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തു ആ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ആ സംഭവം അവിടെ വെച്ചത്, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ കാരണം മരണത്തിന്റെ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനായി എന്നതിന്റെ തെളിവ് അവൻ അവശേഷിപ്പിച്ചതാണ്. അതൊരു സൈനാണ്, ഒരു അടയാളമാണെന്നാണ് വിശുദ്ധ ജെറോം തൻ്റെ വ്യാഖ്യാനത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ സെയിൻറ്റ് ജെറോം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യത്തെ എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്, ഇത് എഴുതപ്പെട്ടതിൻ്റെ കാരണം മരണഭയത്തെ അവൻ നീക്കി. ഇനി മരണഭയം വേണ്ട, ഇനി മരണത്തിന് യാതൊരുവിധ അധികാരവുമില്ല, മനുഷ്യന്റെ മേൽ അധികാരമില്ല. ഈ ഒരു കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാ പറയപ്പെടുന്നത്. നിങ്ങളൊരു യേശു ഈ സൈൻ ഉപയോഗിച്ചത്, ഈ അടയാളം ഉപയോഗിച്ചതെല്ലാം നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഒരു ബോധ്യത്തിന് വേണ്ടിയിട്ടാണ്. മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? അത് അവസാനിച്ചു. മരണത്തിന്റെ ശക്തി ഇല്ല. ഇനി ക്രിസ്ത്യാനിക്ക് മരണഭയമേ ഇല്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ ഇനി മരണത്തെക്കുറിച്ചല്ല, ഞങ്ങൾ ഇനി ജീവനിൽ വാഴും, ഞങ്ങൾ ക്രിസ്തുവിൽ വാഴും, ഞങ്ങൾ യേശുവിൽ വാഴും. ഇവിടെ നിന്നൊരു കടന്നുപോക്കുണ്ട് ഞങ്ങൾക്ക്. ഈ ജഡത്തിൽ നിന്നൊരു വേർപാടുണ്ട്, ഒരു പുറപ്പാട്, ഒരു എക്സഡസ് ഉണ്ട്. പക്ഷെ ആ പുറപ്പാട് ഇവിടെ നിന്നും വേർപെട്ട് സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം 3 പ്രവചനങ്ങൾ കൊടുത്തു. ഈ പ്രവചനങ്ങളുടെ ഇടയിൽ 2 പ്രവചനം പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത അവർക്ക് ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് മനസ്സിലാകാത്തവരുടെ അന്ധരുടെ കാഴ്ചയെ സുഖപ്പെടുത്തി യേശു ഒരു ബോധ്യം കൊടുത്തു. എന്നിട്ട് തിരിച്ചറിയാത്തവൻ്റെ ഛേദിച്ച ചെവിയെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കേൾവിയെ, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ വചനങ്ങൾ അല്ലയോ ശിഷ്യരെ നിങ്ങൾ വിശ്വസിക്കുവൻ എന്നൊരു ബോധ്യം കൊടുത്തു. പക്ഷെ ഇതെല്ലാം അവർക്ക് മനസ്സിലായത് പിന്നീട് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിലാണ് അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നത്, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാം വാക്യം, മരണമേ നിന്റെ ദംശനം അവിടെ, മരണമേ നിന്റെ കാരമുള്ളവിടെ. മരണത്തിന്റെ ശക്തി പാപവും, പാപം അത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ക്രിസ്തു നിന്റെ പാപത്തെ നീക്കി, മരണത്തിന്റെ ശാപത്തെ നീക്കിക്കൊണ്ട് അവൻ നിന്നെ വീണ്ടെടുത്തു, നിന്നെ വിശുദ്ധീകരിച്ചു. ഇനി മരണഭയം വേണ്ട, ഇനി മരണഭയം ഇല്ല എന്ന് കർത്താവ് നമുക്കൊരു ബോധ്യം നൽകുകയാണ്. മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് പോകാനുള്ളവരല്ല ക്രിസ്ത്യാനി. മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് അനേക പ്രാർത്ഥനകളിലൂടെ ദൈവരാജ്യത്ത് എത്താനുള്ളവനല്ല ക്രിസ്ത്യാനി. അല്ലയോ ക്രിസ്ത്യാനി, നമ്മുടെ വിശ്വാസം ഇതായിരിക്കണം, മരിച്ച് അതേ നിമിഷം മേർപെട്ട് ഈ ശരീരത്തിൽ നിന്നും ആബ്സെന്റ് ആയാൽ അവൻ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കണം എന്നുള്ളതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, കർത്താവിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ ഉറപ്പിച്ചു നിർത്തേണ്ടത്. ഇതൊന്നും നമ്മുടെ കഴിവിലല്ല, ഇതിനൊറ്റ കാര്യമേ ആധാരമായിട്ടുള്ളൂ, വിശ്വാസം. നമ്മുടെ കണ്ണുകളെ കടച്ചേ കർത്താവിനോട് പറഞ്ഞേ, കർത്താവ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അവിശ്വസിച്ച അപ്പസ്തോലന്മാരെ പോലെയല്ല, അവിശ്വസിച്ച് കർത്താവ് ഇത് നിനക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പത്രോസിനെ പോലെയല്ല, സങ്കടപ്പെട്ട് വേദനയോടെ ദുഃഖത്തോടെ കരഞ്ഞ ശിഷ്യന്മാരെ പോലെയല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബോധ്യമുണ്ടായി. യേശു പറഞ്ഞത് എന്താണ്, യേശു പ്രബോധനം നൽകിയത് എന്താണ്, യേശു അന്ന് നമ്മളോട് പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു, അയ്യോ ലാസറിനെ ഉയർപ്പിച്ചതിന്റെ കാര്യം ഇതായിരുന്നു എന്ന് യോഹന്നാന് മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം യോഹന്നാൻ ആത്മാവിൽ എഴുതുകയാ, മരണം വീണ്ടും മാറിപ്പോയി. ഇതാ മരണത്തിന്റെ ശക്തി ഇല്ലാതെയായിപ്പോയി, മരണത്തിന്റെ ദംശനം ഇല്ലാതെയായി, മരണത്തിന്റെ ശക്തി അത് പൂർണ്ണമായി മാറ്റപ്പെട്ടു. അവിടെ ആ ശിഷ്യന്മാർ മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. പത്രോസിനെ കുറിച്ച് ചരിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്, പത്രോസ് അവനെ കൊല്ലാൻ, അവനെ കഴുത്ത് വെട്ടാനുള്ള ആ പലകയിലേക്ക് അവന്റെ കഴുത്ത് നീട്ടി വെച്ചു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു ഭയവുമില്ലാതെ, മരണത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ലാതെ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പം ആദ്യം തന്നെ യാക്കോബിനെ കൊലപ്പെടുത്തുന്നു. അത് കണ്ട് സന്തോഷിച്ചുകൊണ്ട്, യാക്കോബിനെ കൊലപ്പെടുത്തിയത് കണ്ട് സന്തോഷിച്ച യഹൂദന്മാരെ വീണ്ടും സന്തോഷിപ്പിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. പക്ഷെ അവിടെയും പത്രോസ് യോഹന്നാന് പറയുന്നത്, സത്യസുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കും, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കും, ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രധാന വിഷയം, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം, ഞങ്ങൾ മാറത്തില്ല, ഞങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് പോകത്തില്ല, യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രഘോഷിക്കും, പ്രഖ്യാപിക്കും. കാരണം പരിശുദ്ധാത്മാവ് വന്ന് ഇപ്പോൾ ഒരു ബോധ്യമുണ്ടായി. അവർ കരയാൻ തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്ത് യേശു ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ബോധ്യം തന്നിട്ടും അയ്യോ ഞങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, അയ്യോ ഞങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ,
അയ്യോ, ബോധം ഞങ്ങൾക്ക് വന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾ അവിശ്വാസിയായല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പകരം അവർ വീട്ടി, അതിന്റെ കുറവ് അവർ നികത്തി. അവർ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചായിരുന്നു അവരുടെ പ്രധാന വിഷയം. യേശുവോ ഉയർപ്പിക്കപ്പെട്ടു, അവനെ കുറിച്ചായിരുന്നു എല്ലാ പ്രചോദനങ്ങളും, എല്ലാ പ്രബോധനങ്ങളും, പ്രസംഗങ്ങളുടെ പ്രധാന വിഷയം അതായിരുന്നു. ഇന്ന് നമുക്ക് ആ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ കണ്ണുകളെ കടച്ചു പറയാം, കർത്താവേ, ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് മരണമില്ല, പകരം ഒരു പുറപ്പാട് മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ സവിധത്തിലേക്ക്. ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവ് യേശുവിലേക്ക് പോകുന്ന യേശുവിനോട് കൂടെ ആയിരിക്കുന്ന, ജീവന്റെ കിരീടം പ്രാപിക്കുന്ന ഒരു നിത്യതയിലേക്കുള്ളൊരു യാത്ര മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കിനി മരണമില്ല, ഞങ്ങൾക്ക് മരണത്തെക്കുറിച്ചൊരു ഭയമില്ല. പകരം ക്രിസ്തുവിൽ, യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുനരുദ്ധാനവും ജീവനും ഞാനാണ് മറിയമേ. അല്ലയോ മറിയമേ, ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നീ അറിയുന്നില്ലേ? കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ, ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയം ഇന്ന് നീങ്ങിപ്പോകട്ടെ, മരണത്തിന്റെ മുള്ളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഇന്ന് മരിച്ചാലും, ഈ രാത്രി മരണപ്പെട്ടാലും എൻ്റെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമെന്ന പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുന്നു. ശക്തിയോടെ സ്തുതിച്ചേ. കർത്താവേ, ഇനി ഞങ്ങൾക്ക് മരണഭയമില്ല, മരണത്തെക്കുറിച്ച് ഞങ്ങൾ ആകുലപ്പെടുന്നില്ല, നാളെയെക്കുറിച്ച് ഞങ്ങൾ ആകുലപ്പെടുന്നില്ല. ഇന്ന് ഈ രാത്രി ഞങ്ങളുടെ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതാണ് ശ്രേഷ്ഠം. കർത്താവേ, ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ സകല ശാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആർക്കെങ്കിലും കർത്താവായ യേശുവേ, ആരോടെങ്കിലും ഞങ്ങൾ ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും ഞങ്ങൾക്കെതിരെ കർത്താവെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപം ഞങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ, കർത്താവായ യേശുവേ, ഇന്ന് ക്രൂശിലെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങൾ പാപികളാണെന്ന്. ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങൾ ശപിക്കപ്പെട്ടവരാ. ഞങ്ങൾ പാപത്തിന്റെ കീഴിലാ, ശാപത്തിന്റെ മരണഭയത്തിന്റെ കീഴിലാ. എന്നാൽ ഇന്ന് ആ മരണഭയത്തെ ഞങ്ങൾ നീക്കുകയാ. കാരണം യേശു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി, അവൻ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി മാറി, അവൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായി. ഇനി ഞങ്ങൾക്ക് മരണഭയമില്ല, കാരണം ഞങ്ങളുടെ പാപങ്ങൾ യേശു അവന്റെ ക്രൂശിൽ ചുമന്നിരിക്കുന്നു. ഞങ്ങളിത് വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു. കണ്ണുകളാൽ, ഹൃദയത്താൽ, വിചാരത്താൽ, വികാരത്താൽ, ചിന്തയാൽ ഞങ്ങൾ ചെയ്തുപോയിട്ടുള്ള സകല പാപങ്ങളും, ശാപങ്ങളും, ശരീരത്തിലുള്ള പാപക്കറകളും സകലതും കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങൾ നിന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, പാപം ഞങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നതിന് മുൻപ്, ഓരോ പ്രഭാതവും പ്രദോഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, ഓരോ ദിവസവും അതിൻ്റെ അസ്തമയത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ക്രിസ്തുവിനോട് കൂടെ ഞങ്ങൾ നിരപ്പാക്കപ്പെടുന്നു. മരണത്തെ ക്രിസ്തുവിൽ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, അത് ഞങ്ങളുടെ യാത്രയേപ്പാണെന്ന് ഞങ്ങൾ അറിയുവാൻ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണെന്ന് അറിയുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമം ഇന്നും മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കൂടി കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയട്ടെ. യേശുവിൻ്റെ വചനം നമുക്ക് പ്രത്യാശ നൽകട്ടെ. അപ്പസ്തോലന്മാരുടെ സുവിശേഷം, അവരുടെ പ്രഖ്യാപനങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ അനുദിനം പ്രത്യാശയിലേക്ക് ക്രിസ്തീയ വിശ്വാസികളെ കൊണ്ടുപോയെങ്കിൽ, ആദിമസഭ 1, 2, 3 നൂറ്റാണ്ടുകളിലെ സഭ മരണഭയത്തിലേക്ക് അവരെ തള്ളിവിട്ടില്ല. പകരം പ്രത്യാശയോടെ അവർ കാത്തിരുന്നു. ഇന്ന് കർത്താവിനോട് കൂടൊപ്പം, ഇന്ന് കർത്താവ് ഞങ്ങളെ വിളിക്കും. പച്ചയ്ക്ക് കത്തിച്ചപ്പോഴും, കൊളോസിയങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളെ പച്ചയ്ക്ക് കത്തിക്കുമ്പോഴും അവിടെ സ്നാനം കൂടിക്കൊണ്ടിരുന്നു, ക്രിസ്തീയ വിശ്വാസി പെരുകിക്കൊണ്ടിരുന്നു. അനുദിനം 5000, 3000, 10000 വിശ്വാസികൾ ശക്തമായി മുന്നോട്ട് വന്നിരുന്നു. കാരണം അവർക്ക് മരണത്തെക്കുറിച്ച് ഭയമില്ലായിരുന്നു. മരണത്തെക്കുറിച്ചല്ല അവരുടെ ഭയം, പകരം ക്രിസ്തുവിലെത്തുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് തരുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ മരണഭയം വരുന്ന, ഭീഷണികൾ വരുന്ന, മറ്റേ പല സ്ഥലങ്ങളിലും ക്രിസ്തീയ വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്ന, നേപ്പാളിലും അല്ലെങ്കിൽ മറ്റ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ക്രിസ്തീയ വിശ്വാസം പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് നമുക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അല്ല, അത് വളരെ അകലെയല്ല, അടുത്താണ് എന്ന ബോധ്യം കർത്താവ് നമുക്ക് തരികയാണ്. അതുകൊണ്ട് പീഡകളുടെ മുൻപിലും
കഷ്ടതയുടെ നടുവിലും ഏത് പ്രതിസന്ധിയിലും കർത്താവിനെ ഏറ്റുപറയുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. യേശുവിനെ ഏറ്റുപറയുവാൻ, മരണത്തെ ഭയമില്ലാതെ വിശ്വാസം ഏറ്റുപറയുവാൻ കർത്താവ് യേശു നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.